Welcome to Quantitative Technique class. Today's topic is analysis of variances. Analysis of variances or ANOVA is a test used to compare significant difference of two or more samples. ANOVA use ചെയ്യുന്നത് analysis of variances നമ്മൾ ANOVA എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ. ANOVA യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ANOVA യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൂന്ന് സിറ്റീസ് ഉണ്ട്. മൂന്ന് സിറ്റീസിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെയാണോ ഡിഫറെൻ്റ് ആണോ എന്ന് നമുക്കറിയണം. നമുക്ക് അവിടെ ഡാറ്റ നോർമൽ ആണെങ്കിൽ നമുക്ക് ANOVA യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ANOVA യൂസ് ചെയ്യുന്നത് വേരിയൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ANOVA ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ അത് എഫ് ടെസ്റ്റ് ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ടെസ്റ്റുകളാണ് എഫ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. എഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂസ്ഡ് വെൻ ഡാറ്റ ഈസ് നോർമൽ. ഡാറ്റ നോർമൽ ആകുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ANOVA നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു അസംഷൻ, സാമ്പിൾസ് ഷുഡ് ബി റാൻഡംലി സിലക്റ്റഡ്. നമ്മൾ ANOVAയിലെ സാമ്പിൾസ് റാൻഡംലി സിലക്റ്റഡ് ആയിരിക്കണം. അതായത് ബയാസ്നെസ് ഇല്ലാണ്ട് ഈക്വൽ എല്ലാ സാമ്പിൾസിനും ഈക്വൽ ചാൻസ് ആയിട്ടായിരിക്കണം അത് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ബയാസ്നെസ് ഇല്ലാതെ ആയിരിക്കണം നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. സോ അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകളിൽ നമുക്കൊരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഒരുപോലെയാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ANOVA യൂസ്. ആൻഡ് ANOVA രണ്ട് തരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ വേ ANOVA ആൻഡ് ടു വേ ANOVA. വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓർ ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്താണെന്ന് നോക്കാം. വൺ വേ ANOVA or one-way analysis of variance is used when data are classified on the basis of single variable. ഡാറ്റയെ ഒരു സിംഗിൾ വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സിംഗിൾ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത് വൺ വേ ANOVA യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോളം വൈസ് കമ്പാരിസൺസ് ആണ് നമ്മൾ വൺ വേ ANOVAയിൽ സാധാരണ നടത്താറ്. എക്സാമ്പിൾ പറയാൻ വെച്ചാൽ പാഡി ഈൽഡ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫെർട്ടിലൈസർ യൂസ്ഡ്. അതായത് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സിൽ പല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ പാഡിയുടെ ഈൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫെർട്ടിലൈസേഴ്സിലും ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സിലെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസർ എ, ഫെർട്ടിലൈസർ ബി, ഫെർട്ടിലൈസർ സി, അങ്ങനെ ഒരു സിംഗിൾ ഇവിടെ ഇപ്പോൾ അത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസറിൻ്റെ ബേസിസിൽ മാത്രമാണ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൺ വേ ANOVA യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസസ് അല്ലെങ്കിൽ ടു വേ ANOVA യൂസ് ചെയ്യുന്നത് വെൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ടു വേ ANOVA എന്ന് പറയും. ഇവിടെ നമ്മൾ കോളം വൈസും റോ വൈസും നമ്മൾ അനാലിസിസ് നടത്തും. അതായത് കോളം വൈസ് ഡിഫറൻസ് ഉണ്ടോ എന്നും റോ വൈസ് ഡിഫറൻസ് ഉണ്ടോ എന്നും നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അതാണ് ടു വേ ANOVA. ടു വേ ANOVA is used when data are classified into different groups on the basis of two criteria. Okay, for example, paddy yield is classified on the basis of fertilizer used and type of seed used. ഇപ്പോൾ ഇവിടെ രണ്ട് ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഫെർട്ടിലൈസർ യൂസ്ഡ് ആൻഡ് ടൈപ്പ് ഓഫ് സീഡ് യൂസ്ഡ്. അതായത് കോളം വൈസും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, റോ വൈസും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പാഡി പ്രൊഡക്ഷൻ രണ്ട് വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടു വേ ANOVA യൂസ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ചെക്ക് ചെയ്യും. ഡിഫറെൻറ്റ് ഫെർട്ടിലൈസർ ഗ്രൂപ്പുകളിൽ ഒരുപോലെയാണോ എന്ന് നോക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സീഡുകളിലും ഒരുപോലെയാണോ എന്ന് നോക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ വേ ANOVA എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. വൺ വേ ANOVA നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് ആണ്. സാധാരണ എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഹൈപ്പോസിസ് ആണ് സെറ്റ് ചെയ്യുക. ഹൈപ്പോസിസ് നൾ ഹൈപ്പോസിസ് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് സാമ്പിൾസ് എന്നാണ്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് സാമ്പിൾസ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻറ്റ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 3 തരം ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാഡിയുടെ റിസൾട്ട് എടുത്തിരിക്കുന്നത്. 3 ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഇല്ല എന്നർത്ഥം. അപ്പോൾ നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് എപ്പോഴും എന്ത് വരുന്നത്? നൾ ഹൈപ്പോസായി വരുന്നത്. അതായത് വ്യത്യാസം ഇല്ല എന്നർത്ഥം വരും. മറ്റേതെങ്ങനെ വരുന്നത്? ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സാധാരണത്തെ പോലെ തന്നെ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ വൺ വേ ANOVA യൂസ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ട് വാല്യൂ കാണണം, ടെസ്റ്റ് വാല്യൂ കാണണം. ടെസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ANOVAയുടെ എഫിൻ്റെ വാല്യൂ ആണ് കാണുക. എഫ് കാണാനുള്ള ഫോർമുല MSE ഡിവൈഡഡ് ബൈ MSE. MSE ഡിവൈഡഡ് ബൈ
MSE, mean squares of columns and residual. അതാണ് വരുന്നത്, രണ്ടെണ്ണമാണ് നമുക്ക് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ANOVAയ്ക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 ആൻഡ് N-K ആണ്. K-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. K ഈസ് നമ്പർ ഓഫ് കോളംസ്. ടോട്ടൽ കോളം ഇല്ലാതെ തന്നിട്ടുള്ള വാല്യൂസിൽ എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതാണ് K-1. N-1 ടോട്ടൽ N-K എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അതിൽ നിന്ന് നമ്പർ ഓഫ് കോളംസ് കുറച്ചാൽ കിട്ടുന്നതാണ്. ഇതാണ് നമ്മളുടെ ANOVAയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സാധാരണ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ 5% യൂസ് ചെയ്യും. പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ 1% യൂസ് ചെയ്യും. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കമ്പയർ ടേബിൾ വാല്യൂ ആൻഡ് കമ്പ്യൂട്ടഡ് വാല്യൂ. ടേബിൾ വാല്യൂവും കമ്പ്യൂട്ടഡ് വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കമ്പയർ ചെയ്യാണ്. സാധാരണ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന പോലെ തന്നെ ഇഫ് ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോസിസ് വിൽ ബി അക്സെപ്റ്റഡ്. ടേബിൾ വാല്യൂ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യും. ഇഫ് ദ ടേബിൾ വാല്യൂ ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ വി വിൽ റിജക്ട് ദ നൾ ഹൈപ്പോസിസ്. ഇതാണ് നമ്മൾ വൺ വേ അനോവ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് വൺ വേ അനോവ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എഫ് കണ്ടുപിടിക്കുന്നത് മാത്രം ഒരു ലെങ്തി പ്രോസസ്സാണ്. പ്രോബ്ലം നമ്മൾ മാനുവലായി ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ലെങ്തി പ്രോസസ്. അപ്പോൾ എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്.
നമുക്ക് വൺ വേ അനോവയുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ 4 ട്രീറ്റ്മെൻറ്റ്സ് നടത്തിയതിൻ്റെ റിസൾട്ട്സ് തന്നിട്ടുണ്ട്. വെദർ ട്രീറ്റ്മെൻറ്റ്സ് ഹാവ് സെയിം ഇഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ തമ്മിൽ സെയിം ഇഫക്റ്റ് ആണോ, അതായത് ട്രീറ്റ്മെൻറ്റ്സ് ഒരേപോലെയാണോ അതോ ഡിഫറെൻ്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യത്തിൽ നമുക്കറിയാം നമ്മുടെ പ്രോബ്ലത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നത് കോളം ഹെഡിങ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കോളം ഹെഡിങ് ആയിട്ട് തന്നിരിക്കുമ്പോൾ കോളംസ് തമ്മിൽ ഡിഫറെൻ്റ് ആണോ അതോ സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് സെയിം ആണോ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കോളം ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ കോളംസ് തമ്മിൽ 1 എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, 2 എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, 3 എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, 4 എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, ഇവ തമ്മിൽ സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളംസ് മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വൺ വേ അനോവയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണത്തെ പോലെ തന്നെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് സാമ്പിൾസ്, അതാണ് സെയിം ഇഫക്റ്റ് ആണെന്നാണ്. അതിന് ഓപ്പോസിറ്റ് ആയത് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അടുത്ത ഹൈപ്പോത്തസിസ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണത്തെ പോലെ തന്നെ ഡിഫറൻസ് ഇല്ല എന്നും ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 4 ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമുക്കറിയാം നമുക്ക് അനോവ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കോളം ടോട്ടൽ നമുക്ക് ആവശ്യമാണ്. അനോവ ചെയ്യണമെങ്കിൽ കോളം ടോട്ടൽ, വൺ വേ അനോവ ചെയ്യണമെങ്കിൽ കോളം ടോട്ടൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്ന ടേബിളിൽ തന്നെ എല്ലാത്തിൻ്റെയും കോളത്തിൻ്റെയും ടോട്ടൽ നമ്മൾ എന്ത് ചെയ്തു കണ്ടുവച്ചു. അതായത് ഓരോ കോളത്തിനും നമ്മൾ x1, x2, x3, x4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടേബിൾ ഞാൻ വീണ്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഴുതണം. അപ്പോൾ നമുക്ക് n എത്രയാണ്? n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് 4 ട്രീറ്റ്മെൻറ്റ്സിലായിട്ട് എത്ര 20 ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ കോളം കൂട്ടാതെ എത്ര വാല്യൂസ് തന്നിട്ടുണ്ട്, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ഒബ്സർവേഷനാണ്. അതായത് 42, 48, 68, 80, 50, 66, 52, 94, 62, 68, 76, 78, 34, 78, 64, 82, 52, 70, 70, 70, 66. ഇങ്ങനെ 20 ഒബ്സർവേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് n = 20 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ടോട്ടൽ കോളം നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കരുത്. അതുപോലെ ഹെഡിങ് കോളംസും റോ ഹെഡിങ്സും കോളം ഹെഡിങ്സും നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യരുത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം നമ്പർ ഓഫ് കോളംസ് എത്രയാണ്. ഇവിടെ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ്സ് ആണോ നമ്മൾ എത്ര ഗ്രൂപ്പുകളാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത്രയും കോളം. ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് 4 കോളത്തിലാണ് ഇതാണ് റെപ്രസെൻറ്റ് ചെയ്തത്. 1, 2, 3, 4. അപ്പോൾ ഇവിടെ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് k = 4 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടി കാണും. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടി എന്ന് പറയുന്നത്. അതായത് 42, 48, 68, 80, 50, 66, 52 അങ്ങനെ എല്ലാ വാല്യൂസും 66 വരെ എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടി. ടി ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ. അത് 1300 ആണ്. ഇനി നമുക്ക് t²/n കാണണം. കാരണം t²/n ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം. അപ്പോൾ t²/n എന്ന് പറയുമ്പോൾ 1300² ഡിവൈഡഡ് ബൈ n, n is 20. അപ്പോൾ നമുക്ക് 84,500 കിട്ടും. അപ്പോൾ t²/n 84,500 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് SST ആണ്. SST എന്ന് പറഞ്ഞാൽ SST കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് t² ഡിവൈഡഡ് ബൈ m. അപ്പോൾ t² ഡിവൈഡഡ് ബൈ n നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി പറയേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം എന്ന് പറയുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ള 42² പ്ലസ് 48² പ്ലസ് 68² പ്ലസ് 80² പ്ലസ് 50² പ്ലസ് അങ്ങനെ എല്ലാതും അങ്ങനെ 66ന്റെ വരെ സ്ക്വയറുകൾ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് t²/n റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 84,500 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് SST 4239 കിട്ടും. SST 4239 കിട്ടും. അപ്പോൾ SST കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ വാല്യൂസിനും സ്ക്വയർ ചെയ്യണം. ആ സ്ക്വയറുകൾ എല്ലാം കൂടി ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ t²/n കാണാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് SST 4236 കിട്ടി. SST കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനി നമ്മൾ SSC ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം SSC കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കോളം ടോട്ടൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്.
കോളംസ് തമ്മിൽ ഡിഫറൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. കോളം ടോട്ടൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ എല്ലാ കോളം ടോട്ടലിന്റെയും സ്ക്വയർ കാണണം ഫസ്റ്റ്. എന്നിട്ട് അതിനെ ആ കോളത്തിൽ എത്ര ഐറ്റംസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ആദ്യത്തെ കോളം നോക്കൂ. ആദ്യത്തെ കോളം നമ്പർ 1 അല്ലെങ്കിൽ x1ന്റെ ടോട്ടൽ സിഗ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 ആണ്. അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 240 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇനി ആ കോളത്തിൽ എത്ര ഐറ്റംസ് ഉണ്ട്. ഈ പർട്ടിക്കുലർ കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ 42, 50, 62, 34, 52 5 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 240 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് ഇനി അടുത്ത കോളത്തിലേക്ക് പോകുമ്പോൾ 330 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. അതിന്റെ മൂന്നാമത്തെ കോളത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരിക? 330 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. ഈ നാലാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ 400 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ടി സ്ക്വയർ ബൈ എൻ ആയിട്ടുള്ള 84,500 ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് SSC, അതായത് 2580. അപ്പോൾ നമുക്ക് ഇവിടെ SST കാൽക്കുലേറ്റ് ചെയ്തു, SSC കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് SSE ആണ്. SSTയും SSCയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് SSE. അപ്പോൾ നമ്മൾ SSTനെ 4236, അതിൽ നിന്ന് നമ്മൾ SSC ആയിട്ടുള്ള 2580 കുറയ്ക്കുമ്പോൾ നമുക്ക് 1656 SSE ആയിട്ട് ലഭിക്കും. അതിൽ ഇനി നമ്മൾക്ക് കാണുന്നത് MSC കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ MSEയും കാൽക്കുലേറ്റ് ചെയ്യണം. MSC കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല SSC ഡിവൈഡഡ് ബൈ K-1, അതായത് 2580 ഡിവൈഡഡ് ബൈ 3, അതേപോലെ തന്നെ അതായത് 860. അതേപോലെ തന്നെ MSE കാണാനുള്ള ഫോർമുല SSE ഡിവൈഡഡ് ബൈ N-K, അതായത് 1656 ഡിവൈഡഡ് ബൈ 16. K-1 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആണ് K. അപ്പോൾ K എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കോളംസ് ആണ്. 4 - 1 3. അങ്ങനെയാണ് നമ്മൾ 2580 ഡിവൈഡഡ് ബൈ 3 കിട്ടിയത്. ഇനി നമുക്ക് ആ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ള N-K എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. N-K എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. N മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 20 - K, K എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 20 - 4 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമുക്ക് 1656 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. അപ്പോൾ നമുക്ക് MSE 860യും കിട്ടി, MSE 103.5ഉം കിട്ടി. MSEയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഫ് വാല്യൂ കാണാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? SST കാണുക, SSC കാണുക, SSE കാണുക, അതിനുശേഷം MSCയും MSEയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ANOVA ടേബിൾ വരയ്ക്കുന്നു. ANOVA ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുമ്പിന്റെ സൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ള എല്ലാ വാല്യൂസിനെയും ഒരു ടേബിളിന്റെ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ടേബിളിന്റെ ഫോമിലേക്ക് അത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. SSE is 2580, SSE is 1656, SST is 4236. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 ആണ്. K-1 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് -1 ആണ്. ഇവിടെ 4 കോളമാണുള്ളത്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3. ആൻഡ് N-K is 20 - 4. 20 ഐറ്റംസ് മൊത്തം ഉള്ളതിൽ 4 കോളം ആയിട്ടാണ്. 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. ആൻഡ് N-1 20 - 1 90 ആണ്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ വാല്യൂവും ഈ ടേബിളിന്റെ ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് ANOVA ടേബിൾ കിട്ടും. ഇനി ANOVA ടേബിൾ കിട്ടി. ഇനി നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? F is equal to MSC divided by MSE. അപ്പോൾ അവിടെ 860 divided by 103.5 which is equal to 8.3. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി 8.3. കാൽക്കുലേറ്റഡ് വാല്യൂ മാത്രം നമുക്ക് പോരാ, നമുക്ക് ടേബിൾ വാല്യൂ കൂടി വേണം ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ടേബിൾ വാല്യൂ കാണും. ടേബിൾ വാല്യൂ കാണുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ 3ഉം 16ഉം ആണ്. ആ ടേബിൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 and 16 ആണ് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട് നമുക്ക് 5% ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം 3ഉം 16ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ ANOVA ടേബിളിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്ന ANOVA ടേബിളിൽ 3നും 16നും പാരലൽ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ 3നും 16നും കറസ്പോണ്ടിങ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ 3.24 കിട്ടും. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂയും കിട്ടി, അതേപോലെ തന്നെ ടേബിൾ വാല്യൂയും കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ഹാവ് ടു കമ്പയർ കാൽക്കുലേറ്റഡ് വാല്യൂ വിത്ത് ടേബിൾ വാല്യൂ. ഹിയർ ടേബിൾ വാല്യൂ 3.24 ഉള്ളൂ, കാൽക്കുലേറ്റഡ് വാല്യൂ 8.3 ഉണ്ട്. അതായത് ടേബിൾ വാല്യൂ ചെറുതാണ്. ടേബിൾ വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് പറയുക? വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്.
If table value is lesser than calculated value, we reject the null hypothesis. ഇവിടെ അതിന്റെ അർത്ഥം നമ്മുടെ null hypothesis റിജക്ട് ചെയ്യുന്നു. null hypothesis തെറ്റാണ്. null hypothesis തെറ്റാണെങ്കിൽ പിന്നെ ഏതായിരിക്കും ശരി? alternate hypothesis ആയിരിക്കും ശരിയെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈപ്പോസിസ് നോക്കുമ്പോൾ രണ്ടാമത്തെ ഹൈപ്പോസിസ് ആണ് ശരി, ആദ്യത്തെ ഹൈപ്പോസിസ് തെറ്റാണ്, null hypothesis തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ഹൈപ്പോസിസ് ആണ് ശരി. രണ്ടാമത്തെ ഹൈപ്പോസിസിൽ എന്താ പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇഫക്റ്റ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഇഫക്ട്സ്. നമ്മൾ 4 ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന 4 ട്രീറ്റ്മെൻറ്റ് 4 തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ വൺ വേ അനോവ ചെയ്തു. വൺ വേ അനോവ ചെയ്യുമ്പോൾ നമ്മൾ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാധാരണ പോലെ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, വൺ വേ അനോവയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോളോയിങ് ടേബിൾസ് ഗീവ് ദ yield ഓഫ് 3 varieties ഓഫ് seed. ടെസ്റ്റ് വെദർ yield in 3 varieties are equal. 3 വെറൈറ്റി സീഡുകൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈൽഡ് തന്നിട്ടുണ്ട്. 3 വെറൈറ്റികളും ഒരേപോലത്തെ റിസൾട്ട് ആണോ തരുന്നത് അല്ലയോ എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 വെറൈറ്റീസ് ആണ് ഇവിടെ കമ്പയർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഏത് വെറൈറ്റീസ് ആണോ, ഏത് വേരിയബിൾസ് ആണോ കമ്പയർ ചെയ്യപ്പെടുന്നത്, ഏത് സാമ്പിൾസ് ആണോ കമ്പയർ ചെയ്യപ്പെടുന്നത്, അതായിരിക്കണം അനോവയിൽ കോളം ഹെഡിങ് ആയിട്ട് വരുന്നത്. കാരണം വൺ വേ അനോവയിൽ നമ്മൾ കോളം ഹെഡിങ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ പക്ഷേ വെറൈറ്റീസ് റോ ഹെഡിങ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കോളം ഹെഡിങ് ആയിട്ട് മാറ്റണം. സാധാരണത്തെ പോലെ തന്നെ നമ്മൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നു. there is no significant difference ഓഫ് സാമ്പിൾസ്. അതായത് 3 വെറൈറ്റിയിലും ഒരേപോലത്തെ ഈൽഡാണ് തരുന്നതെന്ന്, ഈക്വൽ ഈൽഡാണ് എന്നാണ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഹൈപ്പോസിസ് 3 വെറൈറ്റിയിലും ഡിഫറെൻറ്റ് ഈൽഡാണ് എന്ന് നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കോളം വൈസ് അനാലിസിസ് ആണ് വൺ വേ അനോവ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഡാറ്റയിലെ റോയിലുള്ളത് നമ്മൾ കോളമാക്കി മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ 3 റോസ് ആയിരുന്നു, ആ 3 റോസിനെ നമ്മൾ 3 കോളമാക്കി തിരിച്ചു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 3 വെറൈറ്റീസിനും കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കോളംസ് ആക്കി ആ 3 കോളംസിൻ്റെയും ടോട്ടൽ കണ്ടു. ആദ്യത്തെ കോളത്തിൻ്റെ ടോട്ടൽ 99 ആണ്. ആദ്യത്തെ കോളത്തിൽ 3 ഐറ്റംസ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ 225, തേർഡ് കോളം ടോട്ടൽ 156. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തത്? 3 കോളംസ് തമ്മിലാണ് വൺ വേ അനോവയിൽ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ വെറൈറ്റീസ് തമ്മിലാണ്, 3 വെറൈറ്റീസ് ഈക്വൽ ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ വെറൈറ്റീസിനെ നമ്മൾ കോളം ഹെഡിങ്സ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൺ വേ അനോവ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ടേബിൾ ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ ടേബിൾ നോക്കി നമുക്ക് ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം. ആദ്യം നമുക്കറിയുന്നത് n ആണ്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ കോളത്തിൽ 3 എണ്ണം, രണ്ടാമത്തെ കോളത്തിൽ 5 ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കോളത്തിൽ 4 ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 ഒബ്സർവേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് n = 12 ആണ്. ഇനി k = നമ്പർ ഓഫ് കോളംസ്. ഇവിടെ 3 കോളംസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 3 കോളംസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. k = 3. ഇനി നമ്മൾ t ആണ് കാണുന്നത്. t is the total of all items. ഇവിടെ 12 ഐറ്റംസ് ഉണ്ട്. ആ 12 ഐറ്റംസിന്റെ ടോട്ടൽ ആണ് t എന്ന് പറയുന്നത്. t ഇവിടെ 480 ആണ്. t കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കണ്ടത് t² / n ആണ്. t² / n എന്ന് പറയുമ്പോൾ 480² / 12 ആണ്, which is equal to 19,200. അപ്പോൾ t² / n കിട്ടി 19,200. ഇനി നമ്മൾ സാധാരണത്തെ പോലെ SST കാൽക്കുലേറ്റ് ചെയ്യണം. SST കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് t² / n. എല്ലാ ഒബ്സർവേഷൻ്റെയും സ്ക്വയറുകൾ തമ്മിൽ സം ചെയ്തിട്ട് അതിൽ നിന്ന് t² / n, അതായത് 30² + 51² + 44² + 27² + 47² + 35² + അങ്ങനെ എല്ലാത്തിനെയും സ്ക്വയർ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ t² / n ആയിട്ടുള്ള 19,200 കുറയ്ക്കുന്നു. അപ്പോൾ 578 ആണ് SST. ഇനി നമുക്ക് SSC ആണ്. SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോളം ടോട്ടലിൻ്റെയും സ്ക്വയറിനെ ആ കോളത്തിൽ എത്ര ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടി കൂട്ടണം. ആദ്യത്തെ കോളത്തിൻ്റെ
ടോട്ടൽ എന്ന് പറയുന്നത് 99 ആണ്. സോ 99 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ കോളത്തിൽ 3 ഒബ്സർവേഷൻ ആണുള്ളത്. അപ്പോൾ 99 സ്ക്വയർ ഡിവൈഡഡ് ബൈ n അവിടെ 3 ആണ്. 3 പ്ലസ് നെക്സ്റ്റ് കോളം ഈസ് ടോട്ടൽ ഈസ് 225. 225 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് തേർഡ് കോളം ടോട്ടൽ 156 ആണ്. സോ 156 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇതെല്ലാം ഈ 3 വാല്യൂസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൈനസ് ടി സ്ക്വയർ ബൈ n, അതായത് 19,200 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 276 കിട്ടും. അപ്പോൾ SSC 276 കിട്ടും. അപ്പോൾ SSTയും SSCയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് SSE ആണ്. SSEയുടെ കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല SST മൈനസ് SSC ആണ്. ദാറ്റ് ഈസ് 578 മൈനസ് 276 വിച്ച് ഈസ് ഈക്വൽ ടു 302. So we have now SST, SSC and SSC. So next we can calculate MSC and MSE. MSC is equal to SSC divided by K minus 1. But SSC നമുക്ക് തന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് 276 ആണ്. 276 divided by K minus 1. 3 കോളംസ് ആണ്. അപ്പോൾ K എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കോളംസ് ആണ്. ദാറ്റ് ഈസ് 3 minus 1 is equal to 2. അപ്പോൾ 276 divided by 2 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 138 കിട്ടും. ഇനി MSE is equal to SSE divided by n minus K, which is equal to 302 divided by 9. 302 divided by 9. 9 എന്ന് പറയുന്നത് എന്താണ്? n minus K ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോളംസ്. അതായത് 12 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 9 ആണ്. അപ്പോൾ 302 divided by 9 is 33.56 ആണ് MSE. അപ്പോൾ MSCയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, MSEയും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ANOVA ചെയ്യാനായിട്ടുള്ള വൺ വേ ANOVA ചെയ്യാനുള്ള എല്ലാ വാല്യൂസിനെയും നമുക്ക് ഇനി നെക്സ്റ്റ് ANOVA ടേബിൾ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ANOVA ടേബിളിൽ നമ്മൾ എല്ലാ വാല്യൂ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ വാല്യൂസും ANOVA ടേബിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സാധാരണ പോലെ കാൽക്കുലേറ്റഡ് വാല്യൂ കാണുന്നു. കാൽക്കുലേറ്റഡ് വാല്യൂ കാണാനുള്ള ഫോർമുല MSC ഡിവൈഡഡ് ബൈ MSE ആണ്. ദാറ്റ് ഈസ് 138 ഡിവൈഡഡ് ബൈ 33.56 which is equal to 4.112. 4.112. ഇനി അതിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ANOVA ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 2 and 9 ആണ്. അപ്പോൾ ANOVA ടേബിളിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉള്ള ANOVA ടേബിളിൽ 2നും 9നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ നോക്കുക, അല്ലെങ്കിൽ കോമൺ ആയി വരുന്ന വാല്യൂ നോക്കുമ്പോൾ 4.26 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി, അതേപോലെ തന്നെ ടേബിൾ വാല്യൂം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കമ്പയർ ചെയ്യുന്നു. ഹിയർ ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ, സോ വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോസിസ്. അതുകൊണ്ട് നമ്മുടെ നൾ ഹൈപ്പോസിസ് ശരിയാണ് എന്നാണ് ടെസ്റ്റ് റിസൾട്ട് പറയുന്നത്. അതായത് ഇവിടെ നൾ ഹൈപ്പോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് മീൻ ഡിഫറൻസ് ഓഫ് സാമ്പിൾസ്. അതായത് ഈക്വൽ ആണ്. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ 3 വെറൈറ്റീസ് ഓഫ് സീഡും ഈക്വൽ റിസൾട്ടാണ് തരുന്നത്, ഈക്വൽ ഈൽഡ് ആണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈപ്പോസിസ് നൾ ഹൈപ്പോസിസ് നമ്മൾ ശരിയാണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. സോ ഈൽഡ് ഇൻ 3 വെറൈറ്റീസ് ആർ ഈക്വൽ. വൺ വേ ANOVA നമ്മൾ കോളം വൈസ് അനാലിസിസ് ആണ് ചെയ്തത്. ഇവിടെ കോളം വൈസ് പറയുമ്പോൾ ഈൽഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഈൽഡ് 3 വെറൈറ്റീസിൽ ഒരുപോലെയാണോ അല്ലയോ എന്നാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈൽഡ് ഇൻ 3 വെറൈറ്റീസ് ആർ ഈക്വൽ എന്നാണ് കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ വൺ വേ ANOVA 2 വേ ANOVA ഏതും ആയിക്കോട്ടെ നമ്മൾക്ക് കോഡിംഗ് മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് വലിയ വാല്യൂസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നതെങ്കിൽ അത് ഓരോന്നിൻ്റെയും സ്ക്വയർ ഒക്കെ കാണാൻ നമുക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ വി ക്യാൻ അപ്ലൈ കോഡിംഗ്. കോഡിംഗ് എന്താണ്? കോഡിംഗ് മീൻസ് addition, subtraction, multiplication or division of data by a common number. തന്നിട്ടുള്ള ഡാറ്റയിൽ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു കോമൺ നമ്പർ ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവിഷൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഡാറ്റ സെറ്റ്, അതായത് ആദ്യത്തെ ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ടേബിളിൽ നിന്ന് കോമൺ ആയിട്ടൊരു വാല്യൂ നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് ANOVA ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യില്ല, ANOVA റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഡാറ്റയെ നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റാം. അത് ആഡ് ചെയ്തിട്ടാവാം, സബ്ട്രാക്ട് ചെയ്തിട്ടാവാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടാവാം, ഡിവൈഡ് ചെയ്തിട്ടാവാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 2 ടേബിൾ ഒന്ന് നോക്കൂ. ആദ്യത്തെ ടേബിളിൽ വരുന്ന വാല്യൂസ് എല്ലാം തന്നെ 100ന്റെ റേഞ്ചിൽ വരുന്നതാണ്.
അപ്പോൾ 100ന്റെ ഒക്കെ സ്ക്വയർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ട് ആ ടോട്ടലിന്റെ സ്ക്വയർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ചധികം കാൽക്കുലേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ടേബിളിൽ നിന്ന് എല്ലാ വാല്യൂസിൽ നിന്ന് 100 റെഡ്യൂസ് ചെയ്തു. ഞാനപ്പോൾ ഇവിടെ കോഡിങ് ചെയ്തത് എന്താണ്, all values are subtracted using 100. എല്ലാത്തിൽ നിന്നും 100 സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് പുതിയ വാല്യൂ കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യത്തെ ടേബിളിൽ 99 ആയിരുന്നു. അപ്പോൾ 99 മൈനസ് 100 -1. അതിൻ്റെ സെയിം പൊസിഷനിൽ ഞാൻ എഴുതി. ഇനി അടുത്തത് 103 മൈനസ് 100 3. അങ്ങനെ എല്ലാ വാല്യൂസിൽ നിന്ന് 100 റെഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് പുതിയൊരു ടേബിൾ കിട്ടി. ആ ടേബിളിന്റെ പ്രത്യേകത എന്താണ്, ചെറിയ വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. സോ കോഡിംഗ് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ ANOVA പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കോഡിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യാം, ഡിവിഷൻ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു കോമൺ നമ്പറാണ്. ഒരു വാല്യൂവിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് തന്നെ ആയിരിക്കണം എല്ലാ വാല്യൂവിൽ നിന്നും നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, so we are going to conclude this session. In this session we have discussed ANOVA. ANOVA is a test used to compare significant difference of two or more variables. ANOVA use F value, and there are two kinds of ANOVA, one-way ANOVA and two-way ANOVA. One-way ANOVA is used when data are classified on the basis of single criterion, and in the next session we will discuss two-way ANOVA. So thank you all.